ഞാൻ ഈ അടുത്ത് തിയേറ്ററിൽ പോയി കണ്ട 3 മൂവീസാണ് സ്പൈഡർമാൻ, തുടക്കം ആൻഡ് DC. ഇതെല്ലാം തിയേറ്റർ വർത്താണ്. നമുക്ക് ഓർഡറിൽ തന്നെ അങ്ങ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ സ്പൈഡർമാൻ. ഇത് ഒരു ഗ്രൗണ്ടഡ് സ്പൈഡർമാൻ മൂവിയാണ്. മാർവൽ ഫാൻസിന് സ്പൈഡർമാൻ ഫാൻസിന് ഇഷ്ടപ്പെടാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം ആസ് എ സ്പൈഡർമാൻ ഫാൻ എനിക്ക് ഈ പടം ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സിലത്തെ ഫൈറ്റൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഓൾറെഡി ഈ ഫൈറ്റ് സീനൊക്കെ നിങ്ങൾ കണ്ടു കാണും. കാരണം റീൽസിലും സ്റ്റാറ്റസായിട്ടൊക്കെ കുറേ വന്നുപോയി. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്പൈഡർമാൻ ഫാൻസിന് തിയേറ്റർ വർത്താണ് ഈ മൂവി. സെക്കൻഡ് വൺ തുടക്കം കാണാൻ ഞാൻ പോകാൻ കാരണം തന്നെ മോഹൻലാലിൻ്റെ മോളുടെ വിസ്മയ മോഹൻലാലിൻ്റെ ആദ്യത്തെ മൂവിയാണ്. പിന്നെ മോഹൻലാലിൻ്റെ ക്യാമിയോ ഉണ്ടല്ലോ, സോ കണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. ബട്ട് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ തന്നെ ഏറ്റവും നൈസായിട്ട് ടോപ്പ് നോച്ച് പെർഫോമൻസ് കാണിച്ചത് ഇതിലെ മെയിൻ വില്ലനാണ്. അത് വേറെ ആരുമല്ല, ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മോൻ ആശിഷ്. നൈസ് വില്ലനായിരുന്നു. സോ ഫാമിലി ആയിട്ടാണ് നിങ്ങൾ പോയി കാണാൻ പോകുന്നതെങ്കിൽ ഈ 3 ബെസ്റ്റ് ചോയ്സ് തുടക്കമായിരിക്കും. ദെൻ ദ ലാസ്റ്റ് വൺ, ഇതാണ് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടത് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ഈ 3 എനിക്കാണത്. ഞാൻ ഈ മൂവിനെ കുറിച്ച് കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇപ്പോൾ. പക്ഷേ ഞാനിപ്പം ഉള്ള എൻ്റെ വേർഡിക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് തിയേറ്ററിൽ മസ്റ്റ് വാച്ച് മൂവിയാണ്. കാരണം തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി ഇറക്കിയേക്കുന്ന മൂവിയാണ്. ചിലപ്പോൾ OTT കണ്ടാൽ നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്ക് അറിയില്ല. ബട്ട് സ്റ്റിൽ അനിരുദ്ധിൻ്റെ BGM പിന്നെ ആ സീക്വൻസുകളെല്ലാം അടിപൊളിയാണ്. സോ എനിക്ക് ഇതിൽ 3 ഏറ്റവും തിയേറ്ററിൽ വർത്തായിട്ട് ഫീൽ ചെയ്ത സിനിമ, അല്ലെങ്കിൽ തിയേറ്ററിൽ മസ്റ്റ് വാച്ച് എന്ന് പറയാൻ പറ്റിയ മൂവി DC ആണ്. പിന്നെ ആകെയുള്ളൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ വന്നിട്ട് 18+ ആണ്. അതായത് അഡൽട്ട്സിനെ കാണാൻ പറ്റുള്ളൂ ബിക്കോസ് ഓഫ് വയലൻസ് ഒബ്വിയസ്ലി. അപ്പോൾ ഈ 3 ഏതെങ്കിലും പടം നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ കൊടുത്താൽ ആൾക്കാർക്ക് അതൊരു യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ എൻ്റെ അഭിപ്രായങ്ങൾ ഇനിയും കേൾക്കണമെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സി യു, ബൈ ബൈ. ഉലകം ഇനി വരുട പേ വിഷവാദേ.